ഹലോ, ഇന്നിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ കുറേ നാളായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെയ് മാസം ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാസവും കുറേ സങ്കടമുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇന്ന് ഈ വീഡിയോസിൽ കാണുന്ന പലരും ഇനി എൻ്റെ യൂട്യൂബിൽ വീഡിയോസിൽ ഉണ്ടാവില്ല. കാരണം എല്ലാവരും തന്നെ റിസൈൻ ഇട്ട് പോയി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ യാത്ര പറച്ചിലായിരുന്നു. കുറച്ച് മാസങ്ങൾ കൊണ്ട് ഞാൻ ഈ ഓഫീസിൽ ഉണ്ടാക്കിയ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യം വളരെ വലിയതായിരുന്നു. എനിക്ക് അത്രയ്ക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സ് ആയിരുന്നു ലൈഫിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ചിട്ട്. അഞ്ജനേച്ചി, അനഘ, ദൃശ്യ, ശരി, ഇവരൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു ഞാനായിട്ട്. കുറച്ച് മാസങ്ങൾ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇവരൊക്കെ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമയമായിരുന്നു. പെട്ടെന്നുള്ളൊരു യാത്ര പഠിച്ചില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ പലരും വരും, പെട്ടെന്നൊരു പോക്കലുണ്ടാവും. പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന്. ഇനി നമ്മുടെ അശ്വിൻ സാറും കൂടി മാത്രമേ ഇപ്പം നിലവിൽ ഓഫീസിലുള്ളൂ. പിന്നെ ഞാൻ ആ വിഷമം തീർക്കാനായിട്ട് കുറച്ച് ദിവസം വീട്ടിലൊക്കെ പോയി നിന്നു. അതാണ്ട് നമ്മുടെ തങ്കത്തിന്റെ കൂടെ പോയി നിന്നപ്പോൾ എനിക്ക് കുറച്ചൊക്കെ സമാധാനം ഉണ്ടായി. പിന്നെ ദൃശ്യം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പോയെന്ന് ആലോചിക്കുക ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ വിഷമമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദറിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അത് കൂടാൻ പോയി. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇൻഫോ പാർക്കിൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞ്, അതിന്റെ ഇനാഗ്രേഷനും കഴിഞ്ഞ്, ഹാൻഡ് ഓവറും കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി കസ്റ്റമേഴ്സ് ആയിരുന്നു അവരും. എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞപ്പം എംബെ കാണാൻ ഭയങ്കര ഒരു ഫീലായിരുന്നു അത് കാണാനായിട്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും അധ്വാനം അതിലുണ്ട്. സാറുമാർ 3 പേരും ഒരുപാട് കിടന്ന് ഓടിയിട്ട് അഡ്വാൻസ് ഉണ്ടാക്കിയ ഒരു വർക്കാണിത്. ഇനി നമ്മളെല്ലാവരും അതിന്റെ ഇനാഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി ഇനാഗ്രേഷനും കാര്യങ്ങളും എല്ലാവരും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം കുറേ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണിത്. 3 മാസം കൊണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എന്താ പറയാ, ഒരു അഭിമാന നിമിഷം എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ കുറെ